ളുടെ ഖബർ സിയാറത്തിന് പോകൽ സ്ത്രീകൾക്ക് സുന്നത്താകുന്നത് എപ്പോഴാണ്? അവളുടെ ശരീരം പൂർണ്ണമായും മറച്ചിട്ടാകണം. അവളുടെ ശരീരം പുറത്തു വെളിവാകാത്ത വാഹനത്തിൽ പോകണം. അല്ലാതെ ഭർത്താവിന്റെ പിന്നാലെ ബൈക്കിലിരുന്നിട്ട് കാലും കാണിച്ചിട്ട് മുഖവും കാണിച്ചിട്ട് എങ്ങോട്ടാ പോകണത്? അതാ ഉറൂസിനാണ്. സുബ്ഹാനല്ലാഹ്, കടുത്ത ഹറാമാണ്, തെറ്റാണ്. എങ്ങോട്ടാ പോകുന്നത്? സിയാറത്തിനാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. അതേ, കുറെ ടൂർസ് ഇങ്ങനെ സിയാറത്തിന് പോകലുണ്ട്, കുറെ പാക്കേജ് സിയാറത്തിന് പോകലുണ്ട്. ഞാൻ ഒറ്റയടിക്കും വിമർശിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്ന വാക്ക് ശരിക്കും കേൾക്കണം, അപ്പുറം ഇപ്പുറം കേൾക്കണം. അള്ളാന്റെ ദീനിന്റെ മസ്അല പറയാണ്, ദീനിന്റെ നിയമം പറയാണ്. ഫാമിലി സഹിതം കുറെ ഫാമിലി ഒന്നിച്ച് സിയാറത്തിന് പോവാണ്. ബസ് വിളിച്ച് സിയാറത്തിന് പോവാൻ. എങ്ങോട്ടാ പോണേ? മുത്തുപേട്ടേക്കാ പോണേ. പിന്നെ എങ്ങോട്ടാ പോണേ? ഏർവാടിക്ക് പോവാൻ. പിന്നെ മാലിക്കുദ്ദീനാറിലേക്ക് പോവാൻ, ചള്ളങ്കയത്തേക്ക് പോവാൻ. അങ്ങനെ ഒരു ബസ് വിളിച്ച് നാട്ടുകാര് കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് പോവാണ്. പോകുമ്പോ ആ പോകുന്ന സ്ത്രീകൾക്ക് ഔലിയാക്കളുടെ സിയാറത്ത് സുന്നത്താകണമോ? അവരുടെ മുഖം മറച്ചിരിക്കണം, അവരുടെ ശരീരം മറച്ചിരിക്കണം. അല്ലാതെ ആ ബസ്സിലുള്ള മറ്റു അന്യ പുരുഷന്മാരും കൂടി അതേ പരസ്പരം ഈ അന്യ സ്ത്രീകളുടെ മുഖം കാണുന്ന രൂപത്തില് ഈ പെണ്ണിന്റെ ആ ടൂറിലേക്കുള്ള യാത്ര, സിയാറത്തിലേക്കുള്ള ടൂറുണ്ടല്ലോ, അത് അല്ലാഹ് പൊരുത്തപ്പെടൂല. ശരീരം പൂർണ്ണമായും മറക്കുന്ന വാഹനമാകണോ എന്നല്ലേ ഫിഖ്ഹിന്റെ കിതാബിലടക്കം നിയമം പറഞ്ഞിട്ടുള്ളത്. അപ്പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അന്യ പുരുഷന്മാര് കാണുന്ന വിധത്തില് മുഖം തുറന്നു വെച്ചുകൊണ്ടുള്ള ഒരു സിയാറത്ത് ടൂർ പാടില്ല. അന്യ പുരുഷന്മാര് കാണാൻ ചാൻസ് ഉള്ള രൂപത്തില് ഒരു സിയാറത്ത് ടൂറും പാടില്ല. ഇതുപോലെ ഭർത്താവിന്റെ കൂടെ ഒറ്റക്കാണ് സിയാറത്തിന് പോകുന്നതെങ്കിൽ പോലും അതേ അന്യ പുരുഷന്മാര് കാണുന്ന വിധത്തില് ഭർത്താവിന്റെ പിന്നില് ബൈക്കിലിരുന്നിട്ട് മുഖം തുറന്നു വെച്ച് സിയാറത്തിന് പോകുന്നത് സുന്നത്തല്ല, ഇസ്ലാമിന്റെ നിയമത്തിന് എതിരാണ് കേട്ടോ, തെറ്റാണ് കേട്ടോ. ഇത് മഹാന്മാരായ പണ്ഡിത